എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത് ധർമ്മത്തെക്കുറിച്ചാണ്. എന്താണ് ധർമ്മം? സ്വാഭാവികമായും ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു പദമാണിത് എന്ന്. ധർമ്മം ഓരോരുത്തരും പറയാറുണ്ട്, ഇതെൻ്റെ ധർമ്മം, ഇത് അവൻ്റെ ധർമ്മം, ഇത് അവളുടെ ധർമ്മം, അവരുടെ ധർമ്മം എന്നൊക്കെ. എന്താണ് ധർമ്മം? ഇംഗ്ലീഷിൽ അതിനൊരൊറ്റ പദമേ ഉള്ളൂ, ഡ്യൂട്ടി. അവനവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യകർമ്മം ഏതോ അത് ധർമ്മം. അതുകൊണ്ടാണ് വേദം പറയുന്നത്, യതോ വിഹിതകർമ്മ തത് ധർമ്മ, യതോ അവിഹിതകർമ്മ തത് അധർമ്മ. ലോകാനുസാരിയായി എല്ലാ വിഹിത കർമ്മങ്ങളും ധർമ്മമാണ്, അവിഹിത കർമ്മങ്ങളെല്ലാം അധർമ്മവുമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. നമ്മളിതൊക്കെ പറയുന്നുണ്ട്. എങ്കിലും എന്താണ് ധർമ്മം എന്ന് ചോദിച്ചാൽ നമുക്ക് വ്യക്തമായൊരു മറുപടി പറയാൻ പെട്ടെന്ന് സാധാരണ ആളുകൾക്ക് കഴിയാറില്ല. ഋഗ്വേദത്തിൽ 1-ാം മണ്ഡലത്തിൽ 15-ാമത്തെ സൂക്തം 22-ാമത്തെ മന്ത്രമുണ്ടല്ലോ, അത് വിഷ്ണു സൂക്തം എന്നാണ് പറയുക. ആ വിഷ്ണു സൂക്തത്തിൽ പറയുന്നത്, ത്രീണി പദാവിചക്രമേ വിഷ്ണുർ ഗോപ അദാഭ്യഹ അതോ ധർമാണി ധാരയൻ. വിശ്വത്തെ ധരിച്ചു ഭദ്രമായി നിലനിർത്തുന്നതാണ് ധർമ്മം എന്നാണ്. ഈ ലോകത്തെ നിലനിർത്തുന്നതാണ് ധർമ്മം. അതായത് ധർമ്മം ക്ഷയിച്ചാൽ ലോകമില്ല. ധാർമ്മികമായ ജീവിതക്രമമാണ് പരമപ്രധാനം. തീർന്നില്ല, ഇവിടെ പറയുന്നുണ്ട്, നമ്മൾ എന്താണ് ധർമ്മത്തെക്കുറിച്ച് വ്യക്തമായൊരു അവബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം എന്ന് പറയാൻ കാരണം ഇത് ആചരിച്ചുകൊണ്ട് ജീവിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞത്, ധർമ്മത്തിൻ്റെ വ്യാഖ്യാനം ലോകത്തെ നിലനിർത്തുന്നതാണ്. ഈ ധർമ്മത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ധർമ്മ ഏവ ഹതോഹന്തി ധർമ്മോ രക്ഷതി രക്ഷിതഃ എന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. ധർമ്മത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവനെ ധർമ്മം നശിപ്പിക്കും, ധർമ്മത്തെ രക്ഷിക്കുന്നവനെ ധർമ്മം രക്ഷിക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ധാർമ്മിക മൂല്യതകൾ നമ്മൾ സ്വയം നശിപ്പിച്ചുകൊണ്ട് മൃഗതുല്യനായാൽ അവൻ്റെ അധപ്പതനം 100% ഉറപ്പാണ്. ധാർമ്മികമായ ധർമ്മത്തെ രക്ഷിച്ചുകൊണ്ടൊരു വ്യക്തി ജീവിച്ചാൽ, അത് തൻ്റെ ജീവിതത്തിൽ പകർത്തിയാൽ അവൻ്റെ ഉത്കർഷത്തിനും ധർമ്മം കാരണമായി തീരും. ഇതല്ലേ യഥാർത്ഥത്തിൽ ഇതിൻ്റെ സാരം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. ഈ ആശയം എല്ലാവരിലും എത്തിക്കാൻ ശ്രദ്ധിക്കണം. നമസ്തേ.